ഗാസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇസ്രായേലും ഹമാസും. അമേരിക്കയുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് കരാർ ഞായറാഴ്ച നിലവിൽ വരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി അറിയിച്ചു. 15 മാസം നീണ്ട എന്ന യുദ്ധത്തിനാണ് അവസാനമാകുന്നത്. ഐസൻ ജോസ് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. ഐസൻ, 15 മാസത്തെ യുദ്ധമെന്നതിനപ്പുറം 1.5 ലക്ഷത്തോളം പേരുടെ ജീവൻ എടുത്ത വലിയൊരു യുദ്ധമായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം. അതിന് ഇപ്പോൾ അന്ത്യം വന്നിരിക്കുന്നു. സമാധാന ചർച്ചകൾ അത് പര്യവസാനത്തിലെത്തിയിരിക്കുന്നു. ഇനി എങ്ങനെയായിരിക്കാം ഈ നീക്കങ്ങളൊക്കെ തന്നെ? രജനി, നിലവിൽ ജോ ബൈഡൻ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം, വെടിനിർത്തൽ കരാർ നടപ്പിൽ വന്നതിന് ശേഷം ജോ ബൈഡൻ വളരെ കൃത്യമായ നിലപാട് അറിയിച്ചിരുന്നു. ആ നിലപാടിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 3 ഘട്ടമായിട്ടായിരിക്കും ബന്ദികളുടെ മോചനം സാധ്യമാക്കുക. ആദ്യഘട്ടത്തിൽ, അതായത് ഇനി വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ, അതായത് 19-ാം തീയതിക്കുള്ളിൽ അടിയന്തരമായി ഇസ്രായേൽ സേന ഗാസയിലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും അടിയന്തരമായി പിന്മാറും. സ്വാഭാവികമായും ആദ്യഘട്ടം, അതായത് അപകടത്തിൽപ്പെട്ടവരും പരിക്കേറ്റവരും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള പ്രായമായവരും ഉൾപ്പെടെയുള്ള ബന്ദികളുടെ മോചനം ആദ്യഘട്ടത്തിൽ സാധ്യമാക്കും. നമുക്കറിയാവുന്നതാണ്, നിരവധി പാലസ്തീനിയൻ തടവുകാരെ, ഇസ്രായേലിൽ യുദ്ധ തടവുകാരായി കഴിയുന്ന പാലസ്തീനിയൻ തടവുകാരെ വിട്ടയക്കുക എന്നൊരു ധാരണയും ഇതിന്റെ ഭാഗമായുണ്ട്. ആ ധാരണയുടെ കൂടി ഭാഗമായി ഈ വിട്ടയക്കൽ നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും. ആദ്യഘട്ടത്തിൽ ബന്ദികളുടെ തീരെ അവശരായവരും സ്ത്രീകളും പ്രായമായവരുമായ ബന്ദികളുടെ മോചനം സാധ്യമാകും. അതിനനുസരിച്ച് തിരിച്ചും ഇസ്രായേലി പാലസ്തീനിയൻ ജയിൽവാസികളുടെ അല്ലെങ്കിൽ ജയിൽ പുള്ളികളുടെ അല്ലെങ്കിൽ തടവിൽ കഴിയുന്നവരുടെ മോചനം ഇസ്രായേലും സാധ്യമാക്കും. സേനാ പിന്മാറ്റം സാധ്യമാക്കും. 2ാം ഘട്ടത്തിൽ പൂർണ്ണമായും ഈ സൈനിക പിന്മാറ്റം അല്ലെങ്കിൽ ബന്ദികളുടെ മോചനം പൂർണ്ണമായും നടപ്പാക്കുകയാണ് ചെയ്യുക. 3ാം ഘട്ടത്തിലായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ, അതായത് ബഫർ സോൺ ഉൾപ്പെടെയുള്ള ധാരണകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നാണ് ഇപ്പോൾ ബൈഡൻ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 2023 ഒക്ടോബർ 7-നാണ് ഈ സംഘർഷം ആരംഭിക്കുന്നത്. ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസ് ഭീകരർ വൻതോതിൽ വെടിയുതിർത്ത് വൻതോതിൽ ആൾനാശം ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതീവ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു പശ്ചിമേഷ്യയിൽ. തുടർന്ന് അങ്ങോട്ട് സംഘർഷങ്ങളുടെ നാളുകളായിരുന്നു. പല തരത്തിലുള്ള സംഘർഷങ്ങൾ തുടരുകയായിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അതിശക്തമായി തുടരുകയും ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കുക തന്നെ ചെയ്തു ഇസ്രായേൽ. അതിന്റെ എല്ലാ നേതാക്കന്മാരെയും വധിക്കുകയും ചെയ്തു എന്നതാണ് ഏറെ ഗൗരവമുള്ള ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത്. അത്തരത്തിൽ തന്നെ ഭീകരതയ്ക്കെതിരെ സന്ധിയില്ല എന്ന നിലപാടും ഹമാസിനെ ഇനി തുടരാൻ, അല്ലെങ്കിൽ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ, നിയന്ത്രണം കൈയടക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടായിരുന്നു അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും സ്വീകരിച്ചിരുന്നത്. ഇത്തരത്തിൽ കർശനമായ നിലപാടുകൾ പരസ്പരം സ്വീകരിക്കുകയും രൂക്ഷമായ നീക്കങ്ങൾ നടക്കുകയും ചെയ്ത 15 മാസങ്ങളാണ് കഴിഞ്ഞു പോയത്. ഇതിന് ശേഷം ഇപ്പോൾ വെടിനിർത്തൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചിരിക്കുകയാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നു. വെടിനിർത്തൽ കരാർ അംഗീകരിച്ചിരിക്കുകയാണ് ഇസ്രായേലും ഹമാസും. ഞായറാഴ്ചയോടെ കരാർ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഐസൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.